അച്ചമ്മ എഴുതിയ ലെറ്ററും അവരുടെ ഡയറിയും കൂടി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പൂജ പറയുന്നുണ്ട്, അജുവേട്ട ഈ എഴുത്ത് കണ്ടാൽ തന്നെ അറിയാം ഇതിനൊരിക്കലും ഒരു ഫ്ലോ ഇല്ല, നിർത്തി നിർത്തി എഴുതിയതുപോലെയാണ് തോന്നുന്നത്. ഡയറിയിലുള്ള ആ കുറിപ്പ് വായിച്ചു നോക്കി, എല്ലാത്തിനും ഒരു ഫ്ലോ ഇല്ലേ. അപ്പോൾ സ്നേഹം അത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ശരിയാണ് പൂജേച്ചി പറഞ്ഞത് അർജുനേട്ടാ, ഇതിൽ എന്തൊക്കെയോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. പിന്നീട് അർജുൻ പൂജയുടെയും സ്നേഹയുടെയും കയ്യിലേക്ക് ആ ലെറ്റർ കൊടുത്തിട്ട് പറയാണ്, രണ്ടുപേരും ഇതിലേക്ക് ശരിക്കും നോക്കിക്കേ, ഇതിൽ അക്ഷരം പടർന്നത് പോലെയില്ലേ, അതായത് എന്തോ വെള്ളത്തുള്ളി ഉറ്റിയതുമാ പോലെയില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് പറയാം, അതെ, രണ്ടിടത്തായിട്ട് അങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെള്ളം മുറ്റണമെങ്കിൽ അത് അച്ചമ്മയുടെ കണ്ണുനീർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, അച്ചമ്മയെ കൊണ്ട് ആരോ നിർബന്ധിച്ച് എഴുതിയതാണ് ഈ കത്ത്. കാര്യങ്ങൾ നിസ്സാരമല്ല, നമ്മൾ മനസ്സിൽ കണ്ടതിലും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ അർജുൻ പറയാണ്. സ്നേഹക്കും പൂജക്കും ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് SP കിരണിന്റെ ഫോണിലേക്ക് അർജുൻ വിളിക്കുകയാണ്. ആ കത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ട്. ഞാൻ എൻ്റെ ഫോണിലേക്ക് അച്ചമ്മയുടെ ഡയറിയിലെ കുറച്ച് വരികൾ അയച്ചിട്ടുണ്ട്, അത് നീ നന്നായിട്ടൊന്ന് പരിശോധിച്ച് നോക്ക്. കൈയക്ഷരം അച്ചമ്മയുടെ തന്നെയാണ്, പക്ഷേ അതിനൊരു ഒഴുക്കില്ല, എന്തൊക്കെയോ മിസ്സിങ്, സ്റ്റോപ്പ് ചെയ്ത് എഴുതിയതുപോലെ തോന്നുന്നു. മാത്രവുമല്ല ആ പേജിന്റെ പല സ്ഥലങ്ങളിലായിട്ട് അക്ഷരങ്ങൾ പടർന്നിരിക്കുകയാണ്. ഇതിനർത്ഥം ആരെങ്കിലും അച്ചമ്മയെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിച്ചതാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. ഒരു അപകടം എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട് കിരൺ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ എന്തായാലും താൻ അയച്ച ആ കുറിപ്പ് കത്തുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് വേണ്ടത് ചെയ്യാം, ഞാൻ അറിയിക്കാം എന്ന് കിരൺ പറയാണ്. അച്ചമ്മയെ കൊണ്ട് നിർബന്ധിച്ച ഒരാളാണ് കത്ത് എഴുതിപ്പിച്ചതെങ്കിൽ അച്ചമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്ന് അർജുൻ പറയട്ടെ. അപ്പൊ കിരൺ പറയുന്നത്, താൻ എന്തായാലും സമാധാനമായിട്ടിരിക്കും, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് സ്നേഹസദനമാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ പ്രിയ ആകെ അസ്വസ്ഥമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നീട് അവൾ എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുന്നു, ഇപ്പോൾ സ്നേഹസദനത്തിലെത്തിയ ആ രാധമോളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയണം, എന്നിട്ട് ഞാൻ മനസ്സിൽ കണ്ട രീതിയിൽ ഒരു നീക്കം നടത്താം, ഇന്ന് തന്നെ അത് കണ്ടുപിടിക്കണം. എന്തായാലും വിശ്വനാഥൻ സർ സ്ഥലത്തില്ല, ഇത് തന്നെയാണ് പറ്റിയ അവസരം. ഇങ്ങനെ കരുതിയിട്ട് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ കേട്ടോ. എന്നിട്ട് ചുറ്റും നോക്കി ശബ്ദമുണ്ടാക്കാതെ പതിയെ അവൾ വിശ്വനാഥൻ സാറിന്റെ റൂമിലേക്ക് കയറുകയാണ്. മേശയിൽ ഇരിപ്പുണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെ അവൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് വിരിയുടെ താഴെ നിന്നും ഒരു കീ കിട്ടാണ്, അത് വെച്ച് വിശ്വനാഥൻ സാറിന്റെ കബോർഡ് തുറക്കാൻ കേട്ടോ. എന്നിട്ട് അതിൽ നിന്നും ഒരു ഫയൽ എടുത്തിട്ട് അവൾ അതുപോലെ തന്നെ പഴയ സ്ഥലത്ത് വെച്ച് ആ റൂമിൽ നിന്ന് പോവുകയാണ്. എന്തോ ശബ്ദം കേട്ട് മല്ലിക എഴുന്നേൽക്കുകയാണ്. ഇനി ആ പ്രിയ എങ്ങാനും വല്ല കുഴപ്പവും ഒപ്പിക്കുകയാവുമോ, സാറിന്റെ റൂമിൽ കയറിയിരിക്കുമോ, എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പ്രിയ വേഗം റൂമിലെത്തി ആ ഫയൽ എടുത്ത് അവളുടെ ബെഡിന് താഴെ വെച്ച് പഴയതുപോലെ തന്നെ കിടന്നുറങ്ങാൻ കേട്ടോ. മല്ലിക ആകട്ടെ എഴുന്നേറ്റ് വിശ്വനാഥ് സാറിന്റെ റൂമിലൊക്കെ പോയി നോക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു സംശയം തോന്നുന്നില്ല കേട്ടോ. പിന്നീട് പ്രിയയുടെ അടുത്ത് വരുന്നുണ്ട്, അവൾ നന്നായിട്ട് ഉറങ്ങുന്നതും കാണുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോവാൻ കേട്ടോ. അവർ പോയതിനു ശേഷം പ്രിയ വീണ്ടും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ജനവാതിലൊക്കെ ഒന്ന് അടച്ചിടാൻ കേട്ടോ. ശേഷം ബെഡിന് താഴെ നിന്നും ആ ഫയൽ എടുത്തിട്ട് അവൾ പരിശോധിക്കുകയാണ്. എന്നിട്ട് അവൾ അതിൽ നിന്നും ഒരു കവർ എടുത്തിട്ട് അത് പൊട്ടിച്ച് വായിക്കുകയാണ്. അത് വായിച്ച് അവൾ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അവൾ ആലോചിക്കുകയാണ് കേട്ടോ, അന്ന് ജയിലിലെ കമ്മീഷണർ കൂടെ റാണി അവിടെ വന്ന് അവളെ പരിചയപ്പെടുന്നതൊക്കെ കേട്ടോ. എന്നിട്ട് പ്രിയ പറയുന്നുണ്ട്, ഇത് റാണിയുടെ മകളാണോ? റാണിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ കമ്മീഷണർ ഇവിടെ കൊണ്ടുവന്നാക്കില്ലല്ലോ. ഏറ്റവും മികച്ച രീതിയിൽ സേഫ് ആക്കാൻ അയാൾ ശ്രമിക്കുകയുള്ളൂ. ഇതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഇതെല്ലാം എനിക്ക് അനുകൂലമായി മാറ്റിയെടുക്കണം. ശേഷം ആ ഫയലിലുള്ള വേറെയും കുറച്ച് പേപ്പേഴ്സൊക്കെ അവൾ പരിശോധിക്കാൻ കേട്ടോ. എന്നിട്ട് അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആവാണ്. അവസാനം അവൾ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം ആ കവറുകളും പേപ്പറുകളൊക്കെ പഴയ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് വിശ്വനാഥ് സാറിന്റെ റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ അവളുടെ ബെഡിൽ വന്ന് കിടക്കുകയാണ്. ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് അവൾ ഭയങ്കര ആലോചനയിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന നന്ദഗോപന്റെ വീടാണ്. അവിടെ അരുണിയും ആ നന്ദനോട് പറയുന്നുണ്ട്, അമ്മ ഹരിദ്വാറിൽ പോയിരിക്കുകയാണ്, കുറച്ച് ദിവസത്തെ ഭജനയ്ക്ക് ശേഷമേ തിരിച്ചു വരൂ. പിന്നീട് നന്ദ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് നമ്മൾ വളരെ മോശം രീതിയിലാണ് ഇവിടെ വഴക്ക് കൂടിയിരിക്കുന്നത്. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, നന്ദേട്ടൻ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ, കുറെ കാലം ഞാൻ സന്തോഷമായി ജീവിച്ചു, ഇനി അങ്ങോട്ട് കരഞ്ഞു ജീവിക്കാനായിരിക്കും എന്റെ വിധി എന്ന് പറയാണ്. അപ്പോൾ നന്ദ പറയുന്നുണ്ട്, അരുണിമ നീ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്, നീ അല്ലാതെ മറ്റൊരു പെണ്ണും എന്റെ ജീവിതത്തിലുണ്ടാവില്ല, അത് ഞാൻ എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാം. കുറച്ച് കടപ്പാടുകളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയി. റാണിയുടെ പിതൃത്വം എനിക്കാണ്. അഞ്ജന എന്റെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ കടന്നു വന്ന ഒരാളാണ്. ഒക്കെ ഞാൻ ഇയാളോട് തുറന്നു പറഞ്ഞതാണല്ലോ, നിന്നെ ഞാൻ ജീവിതത്തിൽ വഞ്ചിച്ചിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ അരുണിമ പറയുന്നുണ്ട്, സത്യം പറഞ്ഞ് എനിക്ക് പേടിയാണ്, നന്ദേട്ടൻ എന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയം എന്റെ ഉള്ളിലുണ്ട്. നന്ദ പറയുന്നത്, അതൊക്കെ നിന്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത സംശയങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് അരുണിമേ. പൂജ അഞ്ജനയെ ഇങ്ങോട്ടേ കൊണ്ടുവന്ന് എന്തിനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത് അമ്മ മാത്രമേ തിരിച്ചറിയാനുള്ളൂ. അതൊരു പക്ഷേ അമ്മയും നാളെ തിരിച്ചറിയും. കമ്മീഷണറും അദ്ദേഹത്തിന്റെ ഗുണ്ടകളോ ഇതിനുള്ള പ്രതികാരം ഒരു പക്ഷേ അച്ചമ്മയോടായിരിക്കും തീർക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. നീ
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയാം. ഞാനും കുറെ മനസ്സിലാക്കി അരുണിമ നമ്മൾ തമ്മിൽ ഇനിയൊരു വഴക്ക് വേണ്ട. നമ്മളിപ്പോൾ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയാണ്. എല്ലാം നമുക്ക് മറക്കാം. പിന്നീട് കാണിക്കുന്ന സ്വാതിയാണ് കേട്ടോ. അവൾ കരഞ്ഞുകൊണ്ട് ഇരിപ്പാണ്. പ്രിയ അങ്ങോട്ടേ ഭക്ഷണവുമായി വരികയാണ്. മോളെ ഈ ഭക്ഷണം കഴിക്ക്, എനിക്ക് വേണ്ട എന്ന് പറയാൻ കേട്ടോ സ്വാതി. ഈ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ കേടാണ്. അതും ഇനിയും നമുക്ക് കോടതിയിൽ ഒരുപാട് കയറി ഇറങ്ങേണ്ടതല്ലേ. അപ്പോൾ ശരീരം ഒക്കെ ഒന്ന് ഫിറ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ കേട്ടോ പ്രിയ. എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്ന് സ്വാതിയും പറയാണ്. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ടതും പ്രിയ സ്വാതിയുടെ കഴുത്തിന് പിടിക്കുകയാണ്. എടി ആരോടാണ് നിന്റെ ഈ വാചകം? എന്റെ നേർക്ക് ഒച്ച വെച്ചാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഇങ്ങനെ പറഞ്ഞ് സ്വാതി പിടിച്ച് തള്ളുകയാണ് കേട്ടോ. പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നോണം, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടിക്കൂട്ടി ഭിത്തിയിലോട്ട് കേട്ടോടി എന്ന് പറഞ്ഞ് കൈ ഓങ്ങാണ്. തല്ലല്ലേ ചേച്ചി എന്ന് പറഞ്ഞ് സ്വാതി കരയാണ്. എന്റെ അച്ഛനാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞ അനുസരിച്ച് നിന്നില്ലെങ്കിൽ അന്ത്യമായിരിക്കും എന്ന് പ്രിയ പറയാണ്. ഇത് കേട്ട് പേടിച്ചിട്ട് സ്വാതി ഞാൻ അനുസരിച്ചോളാം എന്ന് സമ്മതിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ പ്രിയ പറയുന്നുണ്ട് ഗുഡ്. ഇനി ഞാനൊരു കാര്യം പറയാം, ഞാനൊരു കുട്ടിയെ കൊണ്ടുവരാം, നീ അതിനെ വളർത്തിക്കോണം. ഇത് കേൾക്കുമ്പോൾ സ്വാതി ഷോക്കാവാണ്. ചേച്ചിക്ക് എവിടുന്ന കുഞ്ഞ്? ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന കുഞ്ഞ്. എന്താ ചേച്ചി ഇതൊക്കെ? കുഞ്ഞുങ്ങളെ അടിച്ചു മാറ്റി കൊണ്ടുവരാനോ? ആരുടെ കുഞ്ഞിനെ കൊണ്ടുവരുമെന്ന എന്നൊക്കെ സ്വാതി ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട് അതൊക്കെ നീ കൊണ്ടുവരുമ്പോൾ അറിഞ്ഞാൽ മതി. അപ്പോൾ സ്വാതി പറഞ്ഞു ചേച്ചി അതൊക്കെ കുഴപ്പമാകില്ലേ? എനിക്കെതിരെ അർജുൻ സാർ കേസ് കൊടുക്കുമെന്നാണ് ഞാൻ കേട്ടത്. അതിനൊന്നും കുറിച്ച് നീ ഇപ്പോൾ പേടിക്കണ്ട എന്ന് പറയാൻ കേട്ടോ പ്രിയ. അതുമല്ല അർജുനും പൂജക്കും ഇനി അധികം ആയുസൊന്നുമില്ല. 1-2 ദിവസത്തിനകം ചില വാർത്തകളൊക്കെ കേൾക്കാം. നീ ഇപ്പോൾ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. മനസ്സിലായോ എന്ന് ചോദിക്കേണ്ട പ്രിയ. സ്വാതി തലയാട്ടുന്നുണ്ട്. ദാ എടുത്തു കഴിച്ചോ എന്ന് പറഞ്ഞ് പ്രിയ ഭക്ഷണം ബെഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ SP കിരൺ CI കുമാറിനെ വഴക്ക് പറയാണ്. സ്വാതി റെസ്ക്യൂ ഹോമിൽ നിന്നും പോയതിന് നിനക്കായിരുന്നല്ലോ അവളെ അവിടെ താമസിപ്പിക്കാൻ നിർബന്ധം. നീ ആയിരുന്നല്ലോ അതിന് വേണ്ടി ശുപാർശ ചെയ്തത്. നിന്നെയൊക്കെ യൂണിഫോം ഇട്ടതിന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഗുണ്ടകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാൻ കേട്ടോ. നിന്റെ ചുമതലയിലെ അവളെ അവിടേക്ക് അയച്ചത്. അപ്പോൾ CI പറയുന്നുണ്ട് അവൾ ഒരു പ്രായപൂർത്തിയായ പെണ്ണാണ്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് എവിടെയൊക്കെ വേണമെങ്കിൽ പോകാമല്ലോ. എന്നിട്ട് ഇപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ SP പറയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം അർജുനെതിരെ അവൾ കൊടുത്ത കേസ് കള്ളമായിരുന്നു എന്ന്. അർജുനല്ല യഥാർത്ഥ പ്രതി എന്നും തനിക്കറിയാമായിരുന്നു. പിന്നിൽ നിന്നും ആരോ കളിക്കുന്നതാണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അർജുനെ കൊടുക്കാൻ വേണ്ടി നീക്കങ്ങൾ നടത്തി. എന്തായാലും തനിക്കെതിരെ ഞാനൊരു പരാതി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ CI പറയുന്നുണ്ട് ആ അർജുൻ സാറിന്റെ ഫ്രണ്ട് ആണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന എന്തിനും സാർ ന്യായീകരിക്കരുത്, മിണ്ടരുതടോ എന്ന് പറയാട്ടെ. ഒരു SP സുഹൃത്തിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ നീതി കിട്ടുമിടോ എന്ന് ചോദിക്കാട്ടെ കിരൺ. സാർ എന്നെ ഉപദ്രവിക്കരുത് എന്ന് CI പറയാട്ടോ. ഇനി അർജുന്റെ അച്ഛമ്മ കാണാതായെന്ന പരാതി താൻ എന്ത് നീക്കങ്ങളാണോ നടത്തിയത്? താൻ ഇതുവരേക്കും കണ്ടെത്താനൊന്ന് ശ്രമിച്ചോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ അർജുനും അവിടെ വന്നിട്ട് ഇരിക്കാട്ടോ. വിപുലമായ അന്വേഷണം നടത്തുന്നുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞ് സോറി പറഞ്ഞിട്ട് CI അവിടെ നിന്ന് പോവാട്ടോ. പിന്നീട് ഒപ്പം ഉണ്ടായിരുന്ന രാജീവൻ പോലീസിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ടീമിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ എന്ന്. അവർ പറയുന്നുണ്ട് മഹേശ്വരിയമ്മ പോയ അമ്പലങ്ങൾ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 10 പേരെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് സൈബർ ടീം പരിശോധിച്ചു. അതിലൊരു ഫോൺ സംശയാസ്പദമായി തോന്നി. ഈ ഫോണിന്റെ ഉടമസ്ഥൻ മഹേശ്വരിയമ്മ സഞ്ചരിച്ച പല സ്ഥലങ്ങളിലും പോയതായി കാണുന്നു. സിമ്മിന്റെ ഓണർഷിപ്പ് പരിശോധിച്ചപ്പോൾ അയാളുടെ അവ്യക്തമായ ചില ഫോട്ടോസ് കിട്ടി. പിന്നീട് ആ ഫോട്ടോ വെച്ച് പരിശോധിച്ചപ്പോൾ കിട്ടിയ പല ഫോട്ടോകളും എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോണിൽ നിന്നും ഫോട്ടോ കാണിക്കാട്ടെ SP-യെ. അത് കമ്മീഷണറും ആണ്ടവനും സംസാരിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരുന്നു. ഇത് നമ്മുടെ കമ്മീഷണർ സാറല്ലേ എന്നും അദ്ദേഹം ചോദിക്കും. അതെ എന്ന് കിരൺ പറയുന്നു. എന്നിട്ട് ആ ഫോട്ടോസൊക്കെ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേക്കെ എന്നും പറയാൻ കേട്ടോ. അദ്ദേഹം പോയതിനു ശേഷം SP പറയുന്നുണ്ട് അർജുൻ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വന്നിട്ടുണ്ട്. കമ്മീഷണർക്കൊപ്പം നിൽക്കുന്ന അയാളെയാണ് നമുക്ക് പൊക്കേണ്ടത്. അപ്പോൾ അർജുൻ പറയുന്നത് എടോ എനിക്ക് തോന്നുന്നത് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാൾ എന്റെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് SP ചോദിക്കാൻ അഞ്ജനാന്റി എന്ന് പറയാൻ അർജുൻ. എന്നിട്ട് പൂജയെ വിളിക്കാൻ അർജുൻ. പൂജയെ പറയുന്നുണ്ട് പൂജ ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അങ്ങനെ പൂജ അത് നോക്കിയാണ്. അർജുൻ പറയുന്നുണ്ട് കമ്മീഷണറെ കൂടെ നിൽക്കുന്ന അയാൾ പ്രിയയെ കണ്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ പൂജ ഒന്ന് ഷോക്കാകണ്ട. താനും സ്നേഹയും കൂടി ഈ ഫോട്ടോ അഞ്ജനാന്റിയെ കാണിക്കണം. എന്നിട്ട് കമ്മീഷണറെ കൂടെ നിൽക്കുന്ന ഇയാളെ അറിയാവോ എന്ന് ചോദിക്കണം എന്ന് പറയാണ്. അപ്പോൾ പൂജ ശരി അജുവേട്ടാ ഞങ്ങൾ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയാണ്. എന്തായാലും നീ അറിഞ്ഞിട്ട് കാര്യങ്ങൾ വിളിച്ചു പറയണം എന്നറിയിക്കാൻ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് പൂജയും സ്നേഹയും കൂടി അഞ്ജനയുടെ റൂമിൽ ചെല്ലാണ് കേട്ടോ. പൂജ പറയുന്നത് അഞ്ജനാമ്മയുടെ സഹായം എനിക്ക് വേണം. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. അതിലുള്ള ആളെ അഞ്ജനാമ്മക്ക് കണ്ട് പരിചയമുണ്ടോ എന്ന് പറയണം എന്ന് പറയാൻ. അങ്ങനെ അഞ്ജന ആ ഫോട്ടോ നോക്കിയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് എനിക്ക് ഇയാളെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്. എന്നിട്ട് വീണ്ടും അഞ്ജന ഫോട്ടോയിൽ നോക്കാണ്ടോ. എന്നിട്ട് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. അന്ന് അവരുടെ സഹോദരൻ ഹേമചന്ദ്രൻ വീട്ടിൽ വന്നപ്പോൾ അന്ന് വണ്ടി ഓടിച്ചിരുന്നത് ഈ ആണ്ടവനായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്കറിയാം, ഞാൻ ഏട്ടന്റെ കൂടെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇയാളുടെ പേര് ആണ്ടവൻ എന്നാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സ്നേഹയും പൂജയും ഒന്ന് ഷോക്കാവുന്നുണ്ട്. ആണ്ടവനോ? അതെ എന്ന് പറയാൻ അഞ്ജന. അല്ല മോളെ എന്താണിപ്പോൾ നീ ഇയാളെ കുറിച്ച് ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൂജ പറയുന്നുണ്ട് അഞ്ജനാമ്മേ അച്ഛമ്മയെ കാണാതായതിന്റെ പിന്നിൽ അഞ്ജനാമ്മ പറയുന്ന ഈ ആണ്ടവനും കമ്മീഷണറും ആണോ എന്ന സംശയം എനിക്കുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അഞ്ജന പറയുന്നത് അതെങ്ങനെയാ മോളെ, ഈ ആണ്ടവൻ ഇവിടുത്തെ അമ്മയുമായിട്ട് എന്താ ബന്ധം? മാത്രവുമല്ല എന്റെ ഏട്ടൻ കമ്മീഷണർ
ഇന്ന് ജീവനോടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാ അദ്ദേഹത്തെ സംശയിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അഞ്ജന. പൂജ പറയുന്നുണ്ട് കമ്മീഷണർ ഇല്ല എന്ന് അമ്മയുടെ ഭർത്താവല്ലേ പറഞ്ഞത്, അല്ലാതെ ബോഡിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അദ്ദേഹം മരിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഒരു പക്ഷേ അഞ്ജനാമ്മയുടെ സഹോദരൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ, എന്നിട്ട് അദ്ദേഹം വഴിയാണ് ഈ ആണ്ടവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കിവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അഞ്ജനയും ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയാണ്. അച്ചമ്മ അവിടെ ബോധരഹിതനായി ആകെ ക്ഷീണിച്ച് അവശനിലയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കമ്മീഷണറും ആണ്ടവനും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്താ മഹേശ്വരി അമ്മേ, നല്ല ഉറക്കമായോ? ഇനി അധികം ഇങ്ങനെ കിടന്ന് വിഷമിക്കേണ്ടി വരില്ല, എന്നേക്കുമായിട്ട് അങ്ങ് ഉറങ്ങാം, അങ്ങ് പരലോകത്ത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചിരിക്കാൻ കേട്ടോ. എന്തിനാടോ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, എന്നെ ഒന്ന് അയച്ചു വിട്ടൂടെ, ഞാൻ എന്ത് തെറ്റുവാ നിന്നോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ കരയാൻ കേട്ടോ. നിങ്ങൾ തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തോക്കെടുത്തിട്ട് ഷൂട്ട് ചെയ്യാണ്ട് അച്ചമ്മനെ, എന്നിട്ട് പേടിപ്പിക്കുകയാണ്. പിന്നീട് ആ തോക്കെടുത്തിട്ട് ആണ്ടവന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് കമ്മീഷണർ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, നിങ്ങളല്ലേ നന്ദഗോപനിൽ നിന്നും എൻ്റെ പെങ്ങളെ അകറ്റിയെടുത്തത്, നിങ്ങൾ ഒറ്റൊരുത്തിയാണ് അതിന് കാരണം. എൻ്റെ പെങ്ങളുടെ ജീവിതം ഈ നിലയിൽ നരകതുല്യമാക്കിയത് നിങ്ങളുടെ ഒറ്റൊരുത്തിയുടെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇനി നമുക്ക് എന്നേക്കുമായിട്ട് ഇതങ്ങ് അവസാനിപ്പിക്കാം എന്ന് പറയാണ്. അങ്ങനെ ആണ്ടവനെ അച്ചമ്മയുടെ തലക്ക് നേരെ തോക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അച്ചമ്മയാട്ടെ ഇത് കണ്ടിട്ട് പേടിച്ച് കരയാണ്ട്ടെ, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞ് കരയാൻ കേട്ടോ.